ഹലോ ഗൈസ്, കിഷ്കിന്ത കാന്ത എന്നുള്ള നമ്മുടെ ആസിഫിക്കയുടെ സിനിമ ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഒരു രക്ഷയില്ലാത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറയാതെ പോയി. അതിമനോഹരമായ ഒരു സിനിമയായിരുന്നു. അതായത് ഡിംജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ ഡയറക്ടർ. നമ്മളെ കഷി അമ്മിണിപ്പിള്ള സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. അതേപോലെ തന്നെ ബാസു എന്ന് പറഞ്ഞ ഒരാളാണ് റൈറ്റർ, സ്ക്രീൻ പ്ലേ, സിനിമാറ്റോഗ്രഫി ഒക്കെ ചെയ്തേക്കുന്നത്. ഇവരുടെയൊക്കെ എക്സ്ട്രീം ലെവൽ വർക്ക് എന്ന് പറഞ്ഞാൽ കാര്യം ഇനി ഇവരുടെ അടുത്തൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് തന്നെ ഭയങ്കര ടാസ്ക് ആയിരിക്കും. കാര്യം നമ്മൾ സാധാരണ ഒരുപാട് സിനിമ കാണുന്നവർക്ക് നമുക്ക് ഓക്കെ അടുത്ത സീൻ വരുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അടുത്തത് ഇന്നതാണെന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ. അവിടെ അതൊന്നും അല്ല നടക്കുന്നത്. വേറെ രീതിയിലേക്ക് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇത് കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ നമ്മളിരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ മോനെ തോറ്റുപോത്തേ ഉള്ളൂ. അഥവാ അതല്ല, ഒരു കഥയും മനസ്സിലാക്കാതെ നേരെ പോയിരുന്ന് ഈ സിനിമ കണ്ടിട്ട് സിനിമയ്ക്ക് മുമ്പേ അടുത്ത സീൻ പ്രെഡിക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം. കാര്യം അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു. അപ്പൊ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായി. അതിൽ വിജയരാഘവൻ ചേട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസ് എന്നല്ല, പുള്ളി ഓൾറെഡി ലെജൻഡറി ആണ്. പുള്ളിയുടെ തീ പറയ സാധനം അതിനോടൊപ്പം ആസിഫിക്ക പിടിച്ചിരുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് അപർണ ബാലമുരളി ഇതിനകത്ത് റോൾ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്കാരുടെ സ്ഥാനത്തായിട്ടാണ് ഏകദേശം നമ്മളെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. പുള്ളിക്കാരി ഇങ്ങനെ ഇത് അന്വേഷിച്ചു പോകുന്നു, അതേപോലെ തന്നെ നമ്മളും പോകുന്നത്. അതിനപ്പുറം നമുക്ക് എത്താനൊക്കെ പറ്റുന്ന ഭയങ്കര ടാസ്ക് ആണ്. പക്ഷെ ഒരു കാര്യം കൺഫേം ആണ്, ഇതിന്റെ ഒരു അവസാനത്തെ 10-20 മിനിറ്റ് ഒന്നും തല്ലിക്കൊന്നു കഴിഞ്ഞാലും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ ഇല്ലാതെ ഒരുത്തനും ഇത് പ്രെഡിക്ട് ചെയ്ത് ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് അതിമനോഹരമായ സിനിമയാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും നിർവാഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ സിനിമ ചൂസ് ചെയ്യണം. കാര്യം അതിനുള്ള എല്ലാവിധ ക്വാളിറ്റിയും ഈ സിനിമയ്ക്ക് ഉണ്ട്. പിന്നെ ഫുള്ളി അടിച്ചുപൊളി പാട്ടും കോമഡിയും മാത്രം, അങ്ങനെയുള്ള ഒരു സാധനം മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുന്നതെന്ന് എനിക്ക് അങ്ങനെയുള്ള ഓഡിയൻസിനെ എത്രത്തോളം ഇത് ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ്സാക്കരുത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിയും ഒരു പടി മുകളിൽ നിങ്ങളെ ഈ സിനിമ തൃപ്തിപ്പെടുത്തുന്നതാണ് പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാര്യം ഞാൻ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഓക്കെ ഇത് നല്ല സിനിമയാണ്, ഇതിനകത്ത് കുറെ ട്വിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അപ്പം ഞാനത് എക്സ്പെക്ട് ചെയ്ത് പോയിട്ടും എൻ്റെ എക്സ്പെക്ടേഷൻ ലെവൽ കുറച്ചും കൂടെ അതിനപ്പുറം നിൽക്കുന്ന രീതിയിലായിരുന്നു എനിക്ക് സിനിമ തന്ന അനുഭവം. സോ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും നിർവാഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അഥവാ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ് ചെയ്യുക. അതല്ല കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ബൈ.